10ാം തവണയും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും ആ നേതാവ് അത്ര ഹാപ്പിയല്ല. കാരണം മറ്റൊന്നുമല്ല, സർക്കാരിന്റെ ഏറ്റവും സുപ്രധാന വകുപ്പായ ആഭ്യന്തരമടക്കം ബി.ജെ.പിക്ക് അടിയറവ് വെക്കേണ്ടി വന്നു നിതീഷ് കുമാറിന്. 20 വർഷം ബീഹാറിലെ പോലീസിനെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിയ നിതീഷ് കുമാർ ഇനി വെറും മുഖ്യമന്ത്രിയായി ബീഹാറിലുണ്ടാകും. സാധാരണഗതിയിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരാണ് ആഭ്യന്തരം കൈയാളുന്നത്. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അതാണ് പതിവ്. അവിടെയാണ് നിതീഷിനെ മൂലക്കിരുത്താൻ ബി.ജെ.പിക്ക് സാധിച്ചത്. ജെ.ഡി.യു പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കൾക്കും ഈ തീരുമാനത്തിനോട് വിയോജിപ്പുണ്ട്. ആഭ്യന്തരം കൈവിട്ട് പകരം ഏത് വകുപ്പ് സ്വന്തമാക്കിയാലും അത് ബി.ജെ.പിക്ക് കീഴിലാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിതീഷിനെതിരെ ജെ.ഡി.യുവിലെ ചില നേതാക്കൾ രംഗത്ത് വരുന്നത്. 2 പതിറ്റാണ്ടായി കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പ് ബി.ജെ.പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൌധരിക്ക് കൈമാറുകയാണെന്ന നിതീഷിന്റെ പ്രഖ്യാപനം വലിയ പൊട്ടിത്തെറിക്കാണ് പാർട്ടിക്കുള്ളിൽ തിരികൊളുത്തിയത്. 85 എം.എൽ.എമാർ ഉൾപ്പെട്ട നിയമസഭാ കക്ഷിയോഗത്തിലാണ് നിതീഷ് തന്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. അതിൽ 25 എം.എൽ.എമാർ നിതീഷിന്റെ തീരുമാനത്തെ തുറന്നെതിർത്തു. ഇതിനു പുറമെ ബി.ജെ.പി നേതാവും മറ്റൊരു ഉപമുഖ്യമന്ത്രിയുമായ വിജയ് സിൻഹയ്ക്ക് റവന്യൂ, ഖനി തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങളും ലഭിച്ചു. ബി.ജെ.പി നേതാക്കൾക്ക് നിർണായകമായ കൃഷി പിന്നോക്ക വിഭാഗക്ഷേമം, ആരോഗ്യം, ദുരന്ത നിവാരണ വ്യവസായ വകുപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ നിതീഷ് കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യം ബി.ജെ.പി നേതാവ് മംഗൾ പാണ്ഡെയ്ക്ക് വിട്ടുനൽകുകയായിരുന്നു. നിയമവകുപ്പും അദ്ദേഹത്തിന് ലഭിച്ചു. റോഡ് ആൻഡ് ഹൗസിംഗ്, SC&ST വെൽഫെയർ, ടൂറിസം, IT ആൻഡ് സ്പോർട്സ്, ഫിഷറീസ് ആൻഡ് അനിമൽ റിസോഴ്സ്, പരിസ്ഥിതി ആൻഡ് കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് ബി.ജെ.പിക്ക് നൽകിയിട്ടുള്ള മറ്റു വകുപ്പുകൾ. സാമൂഹിക ക്ഷേമം, ഗ്രാമീണ പ്രവൃത്തികൾ, ഭക്ഷ്യ ഉപഭോക്തൃ സംരക്ഷണം, ഗ്രാമവികസന, ഗതാഗത, ജലവിഭാഗം, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളാണ് ജെ.ഡി.യുവിന് ലഭിച്ചത്. കരിമ്പ് വ്യവസായം, പൊതുജനാരോഗ്യ, എഞ്ചിനീയറിംഗ് വകുപ്പുകൾ ലോക് ജനശക്തി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. മൈനർ വാട്ടർ റിസോഴ്സ് ഹിന്ദുസ്ഥാൻ അവ മോർച്ചയ്ക്കും പഞ്ചായത്തി രാജ് രാഷ്ട്രീയ ലോക് മഞ്ചിനും നൽകി. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല നിതീഷ് കുമാർ വിട്ടുകൊടുത്തത് ബി.ജെ.പിയെ അംഗീകരിക്കുന്നതിന്റെ അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2005 നവംബറിലാണ് നിതീഷ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. 2014 മെയ് മുതൽ 2015 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ജെ.ഡി.യു പരാജയപ്പെട്ടതിനെ തുടർന്ന് നിതീഷ് രാജിവെച്ചപ്പോൾ മാത്രമാണ് വകുപ്പ് നഷ്ടപ്പെട്ടത്. മന്ത്രിയായിരുന്ന ഹിന്ദുസ്ഥാൻ അവ മോർച്ചയുടെ ജിതിൻ മാഞ്ചിക്കായിരുന്നു അന്ന് ചുമതല. ബീഹാറിലെ NDA സഖ്യത്തിൽ ബി.ജെ.പി ആണ് ബിഗ് ബി എന്ന് അംഗീകരിക്കലാണ് ആഭ്യന്തര വകുപ്പിന്റെ വിട്ടുകൊടുക്കൽ എന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജെ.ഡി.യു 85 സീറ്റുകൾ നേടിയപ്പോൾ 89 സീറ്റ് നേടിയ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയായിരുന്നു. നേരത്തെ മന്ത്രിസ്ഥാനം വീതം വയ്ക്കുന്നതിനായി ഡൽഹിയിൽ നടക്കുന്ന NDA യോഗത്തിൽ സ്പീക്കർ സ്ഥാനം ആർക്ക് എന്നതിൽ തർക്കമുണ്ടായപ്പോഴും ആഭ്യന്തരം വിട്ടു നൽകില്ല എന്ന് നിതീഷ് കട്ടായം പറഞ്ഞിരുന്നു. കഴിഞ്ഞ നിയമസഭയിൽ ബി.ജെ.പി നേതാവ് നന്ദ് കിഷോർ യാദവ് ആയിരുന്നു സ്പീക്കർ. ജെ.ഡി.യുവിന്റെ നരേന്ദ്ര നാരായൺ യാദവ് ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു. ഇത്തവണയും എന്ത് വില കൊടുത്തും സ്പീക്കർ സ്ഥാനം സ്വന്തമാക്കുമെന്ന് അന്ന് ബി.ജെ.പി പറഞ്ഞിരുന്നു. 6 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന ഫോർമുല അനുസരിച്ചാണ് മന്ത്രിസ്ഥാനങ്ങൾ വിഭജിക്കുക എന്ന് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ബി.ജെ.പിയും ജെ.ഡി.യുവും പ്രത്യേക നിയമകക്ഷി യോഗം വിളിച്ചിരുന്നു. ഇതിനുശേഷമാണ് NDAയുടെ നിയമസഭാ കക്ഷിയോഗം ചേരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ക്രമസമാധാന നില തകർന്ന അവസ്ഥയിലൂടെയാണ് ബീഹാർ കടന്നുപോകുന്നത്. ഇതോടെയാണ് ആഭ്യന്തര വകുപ്പ് നിതീഷ് കുമാറിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ഇത് ബി.ജെ.പി NDA യോഗത്തിൽ അറിയിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചാണ് നിതീഷ് കുമാർ പ്രതികരിച്ചത്. പിന്നാലെയാണ് നിതീഷ് ഡൽഹിയിലേക്ക് തിരിച്ചത്. എന്നാൽ രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയിലും ആഭ്യന്തരം ഇക്കുറി ഒഴിയണമെന്ന നിർദ്ദേശം ബി.ജെ.പി നിതീഷ് കുമാറിന് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു.